നമുക്കവിടെ പോകാം. സ്ഥലം വിട്ടോ അത്രേ ഉള്ളൂ. വിട്ടോ പറഞ്ഞല്ല, അത് ശരിയല്ല. കേറിയ അപ്പൊ ഇപ്പഴല്ല, ഇത് വാണിംഗ് ആളിയാ. വാണിംഗ് കേട്ടോ അല്ലേ? എനിക്കെന്നെ അറിയില്ല കേട്ടോ. നീ അറിഞ്ഞോ? നീ ഒന്ന് കേറി നീ ചെയ്യണം. മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് കാണിച്ചു. ആരാധനന്റെ വീട്ടിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻ ഉണ്ടാക്കി കൊടുത്ത വീടുമല്ല, മമ്മൂക്കയുടെ വീടുമല്ല. പ്രമോഷൻ ആണ് കുഴപ്പമില്ല. ഒരു നടന്റെ മോനാണ്. നടന്റെ മോനാണ്. അവൻ പറഞ്ഞു കാണിക്കാണ്. അല്ല, നീ ഞാൻ കൊണ്ടാക്കരുത് ഇങ്ങോട്ട്. നിന്നോട് ഇവൻ പറഞ്ഞോ? ഇപ്പൊ പുള്ളിയുടെ കണ്ടന്റ് ഒന്നും വലിയ റീച്ച് വരുന്നില്ല. സന്തോഷം പിന്നെ ഇങ്ങോട്ട് വന്നേ. കാണിക്കാനല്ല തന്നെ. അങ്ങനെ തനിക്ക് റീച്ച് ഉണ്ടായതുകൊണ്ട് ആൾക്കാർ വരും കേട്ടോ. ആട്ടായത്തിനോട് ഞാൻ പറഞ്ഞേക്കാം. നേരെ ഞാൻ പറയാം. നീ പറഞ്ഞു ഇവനോട് പൈസ വേണമെന്ന് പറഞ്ഞു. പിന്നെ നീ എന്താ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇവിടെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞേക്കാം. നേടി ഇത് ആറാട്ടന്റെ വീടാ. എന്താ കുഴപ്പമൊന്നുമില്ല. നീ ഇവിടെ തൽക്കാലം സ്ഥലം വിട്ടോ അത്രേ ഉള്ളൂ. വിട്ടോ പറഞ്ഞല്ല, അത് ശരിയല്ല. ഇവനോട് പറഞ്ഞിട്ടുള്ള നീ എന്തിനാ വലിയ നടന്നു. ചെറിയ നടന്നു. നിന്നോട് ഇവൻ പറഞ്ഞോ പൈസ വേണമെന്ന്? പൈസ വലിയ നടന്ന മോനല്ലേ? വലിയ നടന്ന മോനെ. അങ്ങനെ ഉണ്ടാകുന്ന ആരാട്ടം നടത്തിട്ട് വരണ്ട. ഞാൻ ഉണ്ടാക്കിട്ട് വന്നതാ. നേരിട്ട് വന്നാ. അങ്ങനെ നേരിട്ട് വന്നാൽ അവനോട് പറഞ്ഞു. നീ എവിടെ നിൽക്കുന്നു? ഞാനവിടെ നിൽക്കുന്നത്. നീ എന്നെ ഇവിടെ വന്നേ? ഇവനാണ് പുള്ളിയോടൊന്ന് ചോദിച്ചേ. പുള്ളിയോട് ചോദിച്ചു. അപ്പൊ പുള്ളി പറയാ എനിക്ക് 25,000. അവൻ 25,000 അവിടെ ഇരിക്കട്ടെ. അങ്ങനെ പറയില്ല. ഇനി ആരും ഫ്രീ ആയിട്ട് നീ ആയിട്ട് ഇവിടെ കൊണ്ടുവരുത് ഒരുത്തനെ. ഞാനെന്തിനാ കൊണ്ടുവന്നേ? പിന്നെ വരരുത്. അവൻ മമ്മൂക്കയുടെ അവനായിട്ട് വിളിച്ചോ ഇവനായിട്ട് വിളിച്ചോ സംസാരിച്ചോ. പുള്ളിക്ക് ഇവന്മാർ ഇതാണ്ട് നീ അങ്ങനെ കൊണ്ട് ഉണ്ടാക്കണം. കുഴപ്പമില്ല. നിന്റെ ചാനലിലെ പരിപാടിയാണ്. ഞാൻ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കണ്ട അവിടെ ഇവിടുന്നൊക്കെ വരുന്നത് കേട്ടി ആറാട്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുണച്ച ഓരോ കണ്ടന്റ് ഉണ്ടാക്കുക. എന്നിട്ട് അവനെ ഊക്കുക. മനസ്സിലായോ? വീഡിയോ കണ്ടിട്ടില്ല അല്ലേ? ഈ കാര്യം ഈ ആറാട്ടനായിട്ട് ഇന്റർവ്യൂ നടത്തണമെന്നുള്ള കാര്യം ആട്ടായത്തിന് നീ എന്താ പറഞ്ഞേ? ഞാൻ ആട്ടായത്തിനോട് പറഞ്ഞു ഇപ്പം പൈസ മേടിക്കുന്നു. ഉണ്ട്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നപ്പോ നീ കേട്ടത് ഇവനെ? ഞാൻ പറഞ്ഞു ചേട്ടാ പറ്റത്തില്ല, പൈസ വന്നിട്ട് ചെയ്താൽ മതി. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ ആറാട്ടന് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ടേപ്പാ. അതെ, മനസ്സിലായോ? അങ്ങനെ ആറാട്ടന്റെ ഇവിടെ ആരും അങ്ങനെ ഉണ്ടാക്കണ്ട. അതിന് അയാൾക്ക് ചീത്തപ്പേര്, അയാള് കോമാളി, അയാളെ തല്ലണോന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നേക്കോ അയാളെ ഉണ്ടാക്കാൻ. ആറാട്ടനെ ഈ മേലെ ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനത്തെ കഴിഞ്ഞാൽ പറഞ്ഞേക്കണം അവന്മാരോട്. ഇവനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവൻ ഇവിടെ നിർത്തിയേക്കുന്ന അയിന തന്റെ ഈ പറഞ്ഞ ഉടനെ അവന്മാര് പറഞ്ഞു ഇമാര് പറഞ്ഞു പറഞ്ഞാൽ ഇവനൊന്നും പറയുന്നത് താൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇമാർക്ക് ചിലപ്പോൾ വല്ലതും കിട്ടുമോ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് അവര് ചെയ്തോട്ടെ. നിന്നോടും കൂടെ ഞാൻ പറഞ്ഞു നീ ഇനി മേലെ ഇതിനകത്തോട്ട് കയറി പറയാം. കേസാവും കേട്ടോ. നിന്നെ ഞാൻ അകത്തിടും. ഞാൻ പറഞ്ഞേക്കാം. നീ ഡയലോഗ് ഇട്. കേറിയ അപ്പൊ ഇപ്പഴല്ല. ഇത് വാണിംഗ് ആളിയാ. വാണിംഗ് കേട്ടോ അല്ലേ? എനിക്കെന്നെ അറിയില്ല കേട്ടോ. നീ അറിഞ്ഞോ? നീ ഒന്ന് കേറി. നീ ചെയ്യണം. ഇന്ന് വന്നത് വന്നു. നീ എന്നാ വിടും. ഒന്ന് കാണിച്ചു. മോന്റെ ഇവിടെ വന്നു വെച്ച് നിന്നോട് കണ്ടല്ലേ എന്റെ പരിപാടി എന്തോ കേട്ടോ. നീ എന്റെ പരിപാടി ചെയ്യല്ലേ? ഇവന് താൻ ഇൻവൈറ്റ് ചെയ്ത് വന്നാണ്.
ഓരോരുത്തരെ അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്തോണ്ടാണ് അല്ല നീ പറയണ്ട നിന്റെ വീട്ടിൽ നോക്കണേ നീ നോക്കിയായി ഈ നാളിന്റെ വീട്ടിലാണ് നമ്മൾ വന്നത് ആണോ അങ്ങനെയൊക്കെ ആറാട്ടെന്ന് വിളിച്ചിട്ട് നീ എന്നേരം നീ തൊട്ടു നോക്ക് തുടക്കൊന്നുമില്ല നീ എന്ന് തൊട്ടുകളാ തുടത്തില്ല ആ അത്രേ ഉള്ളൂ പിന്നെ തൊടാൻ പോവാ പിന്നെ ഇവനെ തൊടാൻ പോടാർക്ക നീ വല്ല വേറെ വലത്ത് സ്ഥലത്ത് വന്നോ ഇപ്പൊ നീ വന്നു ഇനി നീ വന്നാ നീ വിവരം അറിയും എവിടെ നിന്നോടും കൂടെ പറയാം നിന്നോട്ട് വിളിച്ചോണ്ട് വന്നേക്കരുത് ഇവനെന്നേരം മയില് തൊടുന്നൊന്നുമില്ല ഏതായ തൊടത്തൊന്നുമില്ല തൊട്ടുനോക്കളാ തൊടത്തൊന്നുമില്ല തൊട്ടുനോക്ക് തൊടുന്നില്ല വേണം അടി കീറിട്ട് പോണു ഏതാ പറഞ്ഞിട്ട് മനസ്സിലായില്ല നമ്മൾ പറയും ചെയ്യും നീ പറയും ഉണ്ടാക്കും എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിനെ മാന്യമായിട്ടായിക്കോന്ന് കണ്ടു അല്ലേ ഞാൻ ആട്ടത്തോട് പറയാം മാപ്റ്റിക്കിനോട് ഞാൻ പറഞ്ഞിട്ടാ വന്നെ ഈ ചേട്ടൻ പറഞ്ഞ അവരോട് 25,000 രൂപ ഞാൻ പറഞ്ഞു അവർക്ക് പൈസ വേണമെന്ന് പറയാം അപ്പൊ പുള്ളി പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പുള്ളി എന്താ പറഞ്ഞത്? എന്നോട് എന്നോട് പറയാം ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് കാണിച്ചു അതല്ല ആരാധനന്റെ വീട്ടിൽ വന്ന് മമ്മൂക്കയുടെ മോൻ ഉണ്ടാക്കി കൊടുത്ത വീടുമല്ല മമ്മൂക്കയുടെ വീടുമല്ല മനസ്സിലായോ? ഇത് ആറാട്ടന്റെ വീടും ആറാട്ടനാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ അവനെ വരണ്ട. അതിന് മമ്മൂട്ടി വന്നാൽ ഇങ്ങനെ വരുന്ന മര്യാദ അല്ലേ? എവിടെ ആ പൈസ നീ അതിവിടെ റീച്ച് വിഷയമല്ല. ഇപ്പം ഇതിനകത്ത് ഈ കേസിനകത്ത് ഇവന്മാർ രണ്ടുപേരോ വന്നിട്ട് ഞാൻ പറയത്തില്ല. മനസ്സിലായോ? റീച്ചിന് വേണ്ടിയില്ല മാമൂക്കയുടെ മോൻ വിളിച്ച് ഇത്ര നായനായോണ്ട് എത്രാമത്തെ പ്രാവശ്യം ഇത്? നീ അങ്ങനെ ആരെയും കൊണ്ടിരുന്നു. നീ ഞാൻ കൊണ്ടുവന്നില്ല പറയുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേസ് കിട്ടി ഞാൻ പറയാം. നീയോ ഇവനോ വന്നിരുന്ന ഞാൻ പറയത്തില്ല അല്ലേ? ഇവൻ രാഷ്ട്രീയക്കാരനെ ഞാൻ പറഞ്ഞില്ലേ? അവനെ പറയത്തില്ല. ഇങ്ങനെയുള്ളവന്മാര് അതായത് അവൻ 25,000 രൂപ വേണം അവൻ്റെ ഒരു കുഴപ്പമില്ല. അതിവിടെ അവനെ ഒന്നും നമ്മൾ അടുപ്പിക്കത്തില്ല. ഈ മമ്മൂട്ടി വന്നാലും ഞാൻ പറയാം, മോഹൻലാൽ വന്നാലും കൊള്ളാം. പൈസ കൊടുക്കണം അല്ല നടന്ന മോനാണ് മാമൂക്കയുടെ മോൻ അത് ആയിരിക്കും എനിക്കല്ല. ഞാൻ അൽബായി അതുകൊണ്ട് എനിക്ക് അങ്ങനൊന്നും അല്ല ഇവനൊന്നും. അൽബായി എന്നങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവളോ ആരും പറയുന്നത് ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ മനസ്സിലാക്കി ഞാൻ പിന്നെ എപ്പോഴും ഞാൻ അതിനൊന്നും ഒരു കാര്യമില്ല. എനിക്കായാലും നീ ഒരുത്തടെ നോക്കേണ്ട കാര്യമൊന്നും അല്ല നമ്മൾ അറിയുന്ന ആൾക്കാരല്ല നീ അത് അങ്ങനെ പറഞ്ഞില്ല അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യണം. എത്ര രൂപ മേടിക്കും അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ കണ്ടന്റ് അല്ല ഭായി ഉദ്ദേശിച്ചത് കണ്ടന്റ് അല്ല അൽബായി കണ്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തോ, ഫ്രീ ആയിട്ട് ചെയ്തോ, ആക്ടിവേറ്റ് ചെയ്തോ, അണ്ണാ പ്രശ്നമല്ല. ഇവനെ വിളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളല്ലേ വിളിച്ചത് വരാറുണ്ട്. നമ്മളല്ല വിളിച്ചത് അപ്പൊ സ്ഥലം കിട്ടും. അത് മതി. ആ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഒരുത്തരം വിളിച്ചോണ്ട് ഞങ്ങളെ വിളിച്ചോണ്ടൊന്നുമില്ല ഇനിയിപ്പോ എന്താ നിനക്ക് നിന്റെ കൂടെ കണ്ടന്റ് ചെയ്യാൻ ആണെങ്കിൽ അങ്ങനെ വിളിച്ചോണ്ട് വരാം. ഇനിയിപ്പോ ഒരു എന്താ പറയാ വലിയൊരു ഒന്നുമില്ല. നമ്മളെപ്പെടുത്തരുതിട്ടോ എടുക്കാൻ നിൽക്കുക. മോഹൻലാലിനോടാണ് മോഹൻലാൽ പറയും മാനേജർ പറയുന്നത് ഇങ്ങനെയാണ് ആളും പൈസ കൊടുക്കുന്നത്. ഇമാര് പൊലിഞ്ഞ വർത്തനം പറയത്തില്ല. പുള്ളി ആ ഉദ്ദേശം അല്ല അൽബായി ആ ഒരു ഇത് ഏത് സ്ഥലത്തും അവൻ അത്ര വലിയ വീട്ടിൽ പോയി കാണിച്ചിട്ടാണ്. അല്ല ആറെട്ടെണ്ണം നിർത്തി കുണയ്ക്കേണ്ടത്. അവൻ വീട്ടുണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അവൻ എന്തോ എത്ര രൂപ ചോദിച്ചിട്ടുണ്ട്? 15,000 രൂപ. അതെങ്കിലും മിനിമം കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. അല്ല പുള്ളി ചെയ്യാന്ന് പറഞ്ഞു ആദർശ് പറഞ്ഞായിരുന്നു എന്താണ് പോയത്? അല്ല നീ എന്താ നെഗറ്റീവായിട്ട് പറഞ്ഞോണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നെഗറ്റീവ് നീ വന്നപ്പോ പറഞ്ഞതേ പറഞ്ഞല്ലേ ഇവനുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യില്ല ഇവന്മാര് കേസ് ആട്ടാ നീയാണെങ്കിലും പിടിക്കരുത്. അല്ല ഞാൻ പിടിക്കുന്നതാണ് ഞാൻ പിടിച്ചൊന്നുമല്ല ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചാളോ മാമൂക്കയുടെ മോന് അൽബായി ഇവിടെ വന്നാണ് ഞാൻ മമ്മൂട്ടിയുടെ മോൻ. അതല്ല വിഷയം. നീ ആരെയും വിളിച്ചോണ്ട് വന്നാലും പറഞ്ഞോ നിന്നോട് പൈസ മേടിക്കുന്ന ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടേക്ക് ഈ ആറാട്ടൻ ഇങ്ങേരെ പെരേര ബ്രൈറ്റ് ഇതൊക്കെ എന്തൊരു പ്രശ്നമാണ് നമ്മൾ നിൽക്കാറുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറയാം ആ രീതിയിൽ നിൽക്കാറുണ്ട് പക്ഷെ എനിക്കൊരു ഫീൽ ചെയ്യും മാമൂക്കയുടെ മോന്ന രീതിയിൽ സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഇതറിയാം അല്ല നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ ചോദിച്ചാല് അവരോട് സംസാരിക്കണം. അത് അല്ലാതെ അതിനിടെ കിടന്ന് അയാളുടെ മോനെ അതുകൊണ്ട് നമ്മൾ ഞാൻ പുറത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാകും. ഞാൻ പറയണത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവും. ഒരു വന്മാരുടെ നടന്ന അദ്ദേഹം വന്ന് ആറാട്ടെണ്ണം സിനിമയുടെ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സിനിമാടനാന്ന് പറഞ്ഞു മനസ്സിലായി. എന്നെ കുറെ അവിടെ സിനിമ പുള്ളി ചെയ്തല്ല പുള്ളി വർക്ക് ചെയ്ത പ്രൊമോഷൻ വന്നാ അപ്പൊ അവന് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ വേണം. ഉണ്ടാക്കണം. മഹാഭാരതന്റെ മോനാണ് പോയിരിക്കുന്നത്. മറ്റേ ഇവനൊക്കെ ഇത് പറയാൻ തന്നെ
എടാ നമ്മൾ ചെയ്യിപ്പിക്കാനല്ല, മനസ്സിലായോ? അനിൽ ഭായ്, നമ്മൾ എന്തെങ്കിലും ചെയ്യിക്കുന്ന ആറാട്ടനെ ഉണ്ടെങ്കിലും നമ്മൾ ആറാട്ടൻ പറഞ്ഞ പരിപാടി നടത്തിയിട്ട് ആറാട്ടന്റെ കമന്റ് ഇപ്പൊ റീച്ച് വെച്ച് ഇപ്പൊ പുള്ളിയുടെ കണ്ടന്റ് ഒന്നും വലിയ റീച്ച് വരുന്നില്ല. സന്തോഷം വർക്കും അത് ആ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് വെച്ച് ആറാട്ടനോട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പിള്ളേരുടെ വീട്ടിൽ കിടന്നൊന്നും പോയോ എന്നാലും ചിരിച്ചു കഷ്ടം പൊട്ട നീ എന്നേക്കേ പറയുന്നത് നീ മിണ്ടായിരുന്നു